ഇറാൻ രാഷ്ട്രീയത്തിലെ ബുദ്ധിജീവി എന്നറിയപ്പെടുന്ന അലി ലാരിജാനി രാജ്യത്തിൻ്റെ യുദ്ധതന്ത്രങ്ങളിലും വിദേശ നയങ്ങളിലും അതീവ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വം. ഒരു സൈനികൻ എന്നതിലുപരി നയതന്ത്രവും പ്രതിരോധവും എങ്ങനെ ഒത്തുപോകണം എന്ന കൃത്യമായ കാഴ്ചപ്പാടുള്ള നേതാവ്. ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള ഖാംനെയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ. ഇറാൻ സുരക്ഷാകാര്യ നേതാവ്. യുദ്ധത്തിൽ അമേരിക്കൻ സയനിസ്റ്റ് ആക്രമണത്തിൽ ഇറാൻ്റെ സൈനിക ഭരണ രാഷ്ട്രീയ നേതൃത്വം കൊല്ലപ്പെട്ടാൽ ഓരോ ശ്രേണിയും ഇനി എങ്ങനെ പ്രവർത്തിക്കണമെന്ന തന്ത്രത്തിൻ്റെ സൂത്രധാരൻ. IRGCയുടെ ഭരണചക്രം കൈയാളുന്നയാൾ. അങ്ങനെ പോകുന്നു ഇറാൻ്റെ ലാരിജാനിയുടെ വിശേഷണങ്ങൾ. ഒരുപക്ഷെ പരമോന്നത നേതാവിനോളം ഇറാന് സ്വീകാര്യനായ വ്യക്തിത്വം കൂടി കൊല്ലപ്പെടുമ്പോൾ ഇറാൻ്റെ പ്രതിരോധക്കോട്ട ഓരോന്നായി തകരുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. നേതൃത്വം കൊല്ലപ്പെട്ടാൽ പ്രതിരോധം ദുർബലമാവുമെന്ന കണക്ക് കൂട്ടലിലാണ് അമേരിക്കൻ സയനിസ്റ്റ് ലോബികളുള്ളത്. എന്നാൽ അത് തീർത്തും തെറ്റായ ഒന്നാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ സജ്ജീകരിച്ചുകൊണ്ടാണ് ലാരിജാനി പോകുന്നത്. ഇറാൻ സൈന്യത്തിലെ പ്രധാനികളെല്ലാം മിതവാദികളായിരുന്നു. പരമോന്നത നേതാവ് മുതൽ സൈനിക തലവന്മാർ വരെ തിരിച്ചടിയിലും നഷ്ടങ്ങളിലും ജാഗ്രത പുലർത്തിയവരായിരുന്നു. എന്നാൽ ഖാംനെയ്ക്ക് ശേഷം മുജ്തബ ഖാംനെഗി വന്നപ്പോൾ തീവ്രത കൂടിയ ഇറാനെ നമ്മൾ കണ്ടു. ഇപ്പോഴിതാ ലാരിജാനിയുടെ വിടവോടെ ആക്രമണത്തിൻ്റെ കുന്തമുനക്കും മൂർച്ച കൂടുന്നു. ലാരിജാനി ഇറാൻ്റെ നയതന്ത്രത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഇടയിലുള്ള ഒരു പാലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം ഇറാൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനുള്ളിലെ മിതവാദി ശബ്ദങ്ങളെ ഇല്ലാതെയാക്കുവാനുള്ള സാധ്യതകൾക്കാണ് വഴി തുറന്നത്. ഇത് ഇസ്രയേലിനും അമേരിക്കക്കുമെതിരെ കൂടുതൽ നേരിട്ടുള്ളതും ശക്തവുമായ ആക്രമണങ്ങളിലേക്ക് അഥവാ ഡയറക്റ്റ് മിലിറ്ററി ആക്ഷനുകളിലേക്ക് നീങ്ങുവാനുള്ള ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സിനെ പ്രേരിപ്പിക്കുവന്ന ഘടകമായി മാറും. ആയത്തുള്ള അലി ഖാംനെയുടെ മരണത്തിന് ശേഷം ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ ആഘാതമാണ് ലാരിജാനിയുടെ ഈ മരണം. ഇതോളം അവർക്ക് മറ്റൊരു നഷ്ടം ഖാംനെയുടെ മരണത്തിന് ശേഷം സംഭവിച്ചിരുന്നില്ല. പുതിയ പരമോന്നത നേതാവായി മുജ്തബ ഖാംനെയും സൈനിക നേതൃത്വവും ലാരിജാനിയുടെ മരണത്തിന് കഠിന പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് മിഡിൽ ഈസ്റ്റിൽ ഒരു പൂർണ്ണ തോതിലുള്ള ഫുൾ സ്കെയിൽ വാറിന് വഴി തുറക്കുവാനുള്ള സാഹചര്യവും വന്നണഞ്ഞു. ലാരിജാനിയുടെ മരണത്തിന് പകരമായി ഹിസ്ബുള്ളയും ഹൂത്തികളും തുടങ്ങിയ ഇറാൻ്റെ സഖ്യകക്ഷികൾ ഇസ്രയേലിനും മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്കും നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടാനുള്ള സാധ്യതയും വന്നു. ലാരിജാനി പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി ചർച്ചകൾക്ക് വഴി തുറക്കാൻ കഴിവുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭാവം ഇറാൻ്റെ വിദേശ നയങ്ങളെ കൂടുതൽ കർക്കശമാക്കുകയും സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ കുറക്കുകയും ഒക്കെ ചെയ്തേക്കും. ഇറാൻ്റെ ആണവ പദ്ധതിയെ വെറുമൊരു ശാസ്ത്ര പദ്ധതിയായല്ല അദ്ദേഹം കണ്ടത്, മറിച്ചൊരു ഡിറ്ററൻസ് അഥവാ ശത്രുക്കളെ ഭയപ്പെടുത്തി നിർത്തുവാനുള്ളൊരു തന്ത്രം കൂടിയായിട്ടായിരുന്നു അദ്ദേഹം കണ്ടത്. 2005 ഇറാൻ്റെ ചീഫ് ന്യൂക്ലിയർ നെഗോഷിയേറ്ററായിരുന്നപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇറാൻ്റെ അവകാശങ്ങൾക്കായി അദ്ദേഹം കർക്കശമായി വാദിച്ചു. മുത്തുമാലയ്ക്ക് പകരം മിഠായി വാങ്ങി നൽകി ഞങ്ങളെ പറ്റിക്കരുത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പ്രസ്താവന ഇറാൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത്. അമേരിക്കയെയും യൂറോപ്പിനെയും മാത്രം ആശ്രയിക്കുന്നതിന് പകരം ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളുമായി ദീർഘകാല തന്ത്രപ്രധാനമായ ബന്ധം സ്ഥാപിക്കണമെന്ന് ലാരിജാനി ശക്തമായി വാദിച്ചു. ചൈനയുമായുള്ള ഇറാൻ്റെ 25 വർഷത്തെ സഹകരണ കരാറിന് പിന്നിൽ ലാരിജാനിയുടെ വലിയ അധ്വാനമുണ്ട്. ഇത് ഇറാന് മേലുള്ള സാമ്പത്തിക സൈനിക ഉപരോധങ്ങളെ മറികടക്കാനുള്ള ഒരു വലിയ തന്ത്രമായിട്ടായിരുന്നു ഇറാൻ ഭരണകൂടം കണ്ടത്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് സ്കോപ്പുമായി ലാരിജാനിക്ക് അടുത്ത ബന്ധമുണ്ട്. ലാരിജാനി തന്നെ മുൻപ് ഈ സേനയിൽ സേവനമനുഷ്ഠിച്ച ആളുകൂടിയാണ്, അഥവാ ബ്രിഗേഡിയർ ജനറൽ പദവി. സൈന്യത്തിൻ്റെ ആവശ്യങ്ങളും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങളും തമ്മിൽ ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന കണ്ണിയായും പ്രവർത്തിച്ചു. ഇറാൻ്റെ പ്രാദേശിക യുദ്ധതന്ത്രമായ റെസിസ്റ്റൻസ് ആക്സിസ്, ലെബനനിലെ ഹിസ്ബുള്ള, സിറിയയിലെ ഗ്രൂപ്പുകൾ, ഇറാഖിലെ മിലീഷ്യകൾ, ഹൂത്തികൾ എന്നിവരടങ്ങുന്നവരുടെ സഖ്യം, ഇവ ശക്തിപ്പെടുത്തുന്നതിൽ ലാരിജാനി വലിയ താല്പര്യവും ആഗ്രഹവും ഉത്സാഹവും കാണിച്ചു. ഇറാൻ്റെ അതിർത്തിക്ക് പുറത്ത് ശത്രുക്കളെ നേരിടുക എന്നതായിരുന്നു ഈ തന്ത്രം. അന്തരിച്ച ജനറൽ ഖസിം സുലൈമാനിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവ് കൂടിയായിരുന്നു ലാരിജാനി.
സൈനിക നീക്കങ്ങൾക്ക് രാഷ്ട്രീയവും നിയമപരവുമായ പരിരക്ഷ നൽകുന്നതിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ലാരിജാനിയുടെ യുദ്ധതന്ത്രം എന്നത് കേവലം ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പോരാട്ടം മാത്രമായിരുന്നില്ല, മറിച്ച് ഡിപ്ലോമസി എന്ന നയതന്ത്ര തന്ത്രം കൂടി രാജതന്ത്രം കൂടിയായിരുന്നു അദ്ദേഹത്തിന്. ഒപ്പം മിലിറ്ററി പവർ, പ്രാദേശിക സഖ്യങ്ങൾ എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹൈബ്രിഡ് ശൈലിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. ഈ ശക്തിയും കരുത്തും അദ്ദേഹം തൻ്റെ അടുത്ത തലമുറക്കും പകർന്നു നൽകിയിട്ടുണ്ടാകും എന്ന് ഉറപ്പുണ്ട്. എങ്കിലത് ഇറാന് പോരാടാനുള്ള കരുത്തു തന്നെയാകും. Waytonikah.com, the exclusive Muslim matrimonial site.